ഹായ്, എല്ലാവർക്കും കറി സോണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി വഴുതനങ്ങ മസാലക്കറി ഉണ്ടാക്കാനാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവർക്കും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതിനായിട്ട് ഒരു സവാള അരിഞ്ഞത് ഒരെണ്ണം, തക്കാളി അരിഞ്ഞത് ഒരെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ. ചെറിയ തരം വഴുതനങ്ങ 1/2 കിലോ. മൂക്കാത്തതാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ആദ്യമായിട്ട് വഴുതനങ്ങ മുറിച്ച് ഇതുപോലെ നീളത്തിലൊന്ന് എടുക്കാം. വഴുതനങ്ങ പീസുകൾ നമ്മൾക്ക് മുറിക്കുന്നത് വെള്ളത്തിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വഴുതനങ്ങ വേഗത്തിൽ കറ പിടിക്കും. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വഴുതനങ്ങ നല്ല കളറൊന്നും പോവാതെ വെളുത്ത് തന്നെ ഇരിക്കും. ഇനി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. ഇതേപോലെ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാള വേഗത്തിൽ ബ്രൗൺ ആയിട്ട് വരും. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കുറേശ്ശെ സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ ഇത് ബ്രൗൺ ആയിട്ട് വരും. അടുത്തതായി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മൂക്കും വരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇത്രയും കരിയാതെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് നന്നായി കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരച്ചു ചേർത്തത്. തക്കാളിയും ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലിട്ട് കൊടുക്കാം. മല്ലിയില ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയുടെ വെള്ളമയമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വഴുതന വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർക്കണം. അതേപോലെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വച്ച ശേഷം അടച്ചിരുന്ന് വേവിക്കണം. അധികം സമയമൊന്നും വേണ്ടി വരില്ല വഴുതനങ്ങ വേവാൻ. നീ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം പോരായുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വേവും വേണമെന്ന് തോന്നുന്നുണ്ട്. ഇനി ഒന്ന് വെന്തിട്ടുണ്ടോന്ന് ഒരു പീസ് എടുത്ത് നമ്മൾക്ക് കൈകൊണ്ട് വെന്തിട്ടുണ്ടോന്ന് നോക്കാം.
കുറച്ചുകൂടെ വേവ് വേണം. അപ്പോൾ അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യണം. അവരും കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ അടുത്ത ഐറ്റവുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.